പടക്കലൊക്കെ പൊട്ടിച്ചാണ്ട് ഒരുമാതിരി നമ്മൾ ഈ സന്തോഷം അങ്ങ് പോകും. എനിക്ക് വരും, ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവും. മുട്ടിട്ടടി അടിക്കാതിരുന്നാ മതി. പിന്നെ ഞാൻ എന്തിനാണ് പറയണ നമ്മള്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുമ്പോൾ നിധിയുടെ ബർത്ത്ഡേയുടെ ഷൂട്ടും ബർത്ത്ഡേ വ്ളോഗ് പോലെ എടുക്കാനാണ് നമ്മൾ ഇതൊക്കെ ഇടത്. ഏതായാലും ഫോട്ടോഷൂട്ടിന് പോവാണ്. എന്നെ അല്ലിയത് ബർത്ത്ഡേ എന്താന്ന് വെച്ചാൽ നാളെയാണ് ബർത്ത്ഡേ. നമ്മൾ ഇന്നാണ് ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകുന്നത്. അങ്ങോട്ട് ഹായ് പറ, ഹായ് പറ. അപ്പൊ നമ്മൾ എവിടെയാണ് പോണത് എന്ന് വെച്ചാൽ ബീച്ചിൽ പോയി കുറച്ച് എസ്തെറ്റിക് ഫോട്ടോസ് എടുക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. അതുപോലെ നടക്കുമെന്ന് വെച്ചാൽ അറിഞ്ഞൂടാ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങോട്ടോട്ട് കാണാം. പെരുമാത്ര ബീച്ചിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, കൊച്ചിന് ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ട്? കൊള്ളൂലേ? നോക്ക് 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 നോക്കുടി പെണ്ണെ. കൊച്ചിൻ്റെ അമ്മ നോക്കുവാണ് ഗൈസ്. കൊച്ചിൻ്റെ ചേച്ചി എന്തൊരു ചിരി ഗൈസ്. അപ്പോൾ അതാ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ബൈക്ക് എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഭയങ്കര കാറ്റും ബഹളം. ഇവിടെയാണെങ്കിൽ ഒടുക്കത്തെ കാറ്റ്. നമ്മൾ ആദ്യം അവിടെയാണ് സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചത്. ഒട്ടും നടക്കണില്ല. കാര്യം ഭയങ്കര കാറ്റടിച്ചിട്ട് സീനായി സംഭവം. അപ്പൊ നമ്മളെന്താ ഓപ്പോസിറ്റോട്ട് മാറ്റി. ഇതാണ് ഇപ്പോഴത്തെ ലുക്ക് വന്നിട്ട്. നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകണേ. ഇതിനകത്തുള്ളത് ബലൂണ്, ഹാപ്പി ബർത്ത്ഡേ, കുറെ സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇവിടെ നിന്ന് എടുത്താണ്. കുറച്ച് സാധനങ്ങൾക്ക് കാഴ്ച ഇത്തിരി സീനാവുന്നു. ഇത് ഇങ്ങോട്ടൊക്കെ ചേട്ടൻ, ഈ ചേട്ടനെ കണ്ട, ഈ ചേട്ടനെ ഹാപ്പി ബർത്ത്ഡേ തൂക്കിപ്പിടി. ഹായ് നിധി, ഹായ് ഹായ്. ഇങ്ങോട്ടേക്ക് ഹായ്. ഉമ്മ ഉമ്മ ഉമ്മദാ ഉമ്മദാ. നിധി ഹായ് ഹായ്. ഗായ്സ്, ഇവിടുത്തെ അവസ്ഥ നമ്മളിപ്പോൾ കാണിച്ചു തരാം. അബുഭീകരൻ, കൊടുഭീകരൻ, ദിസ് ഈസ് ദ അവസ്ഥ. ഗായ്സ് ഇത് നോക്കൂ ഗായ്സ്. ഇവിടെ ഒരു ക്യാമറ, ഇവിടെ ഒരു ഫോൺ, മൊത്തത്തിൽ ഫോട്ടോഷൂട്ട്. സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഇടാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴത്തേക്ക് ഭയങ്കര പാടായിരുന്നു. ഇവിടെ ഭയങ്കര കാറ്റും മഴക്കോളും നിധി കരച്ചിലും എല്ലായിരുന്നു. സെക്കൻഡ് ഔട്ട്ഫിറ്റ് ഈസ് ദിസ്. ഇതാണ് നമ്മൾ നാളെ ബർത്ത്ഡേക്ക് ഇടാൻ പോകുന്നത്. ഇപ്പോഴത്തെ കാലാവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഫോട്ടോ എടുത്തിട്ട് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ബീച്ച് സൈഡിലെ ഫോട്ടോസ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഇവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് എടുത്തപ്പോൾ ഭയങ്കര കടലും നിധി ഭയങ്കര കഴിച്ചില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ വലുതായിട്ട് അങ്ങോട്ട് പോകാൻ നിന്നില്ല. ഷൂട്ട് വാസ് ഓക്കെയാണ്. നമ്മൾ ഏകദേശം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു, ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞു. നമുക്ക് നമ്മുടെ മുന്നിൽ കഴിഞ്ഞില്ലേ. അപ്പം ഇനി എന്താ, നേരെ വീട്ടിൽ പോവാ, വല്ലതും തിന്നിട്ട് വീട്ടിൽ പോവാ. ഇപ്പം ഏകദേശം ഡാർക്കായി തുടങ്ങി. ഇനി എടുത്തിട്ടും കാര്യമൊന്നുമില്ല, വലിയ കാര്യമില്ല. കടലിലെ വ്യൂ വലുതായിട്ട് കിട്ടിയില്ല നമുക്ക്. കാര്യം ഇവള് കരഞ്ഞു, വെള്ളം വെച്ചു, എല്ലാം ചെയ്തു. നമ്മളിപ്പോൾ ഒരു ജെല്ലി മുട്ടായിക്കാണ് ഒതുക്കിയിട്ടേക്കുന്നത്. അവിടെ ഫുട്ബോൾ കളിക്കുന്നു ഗൈസ്, നിങ്ങൾ കണ്ടു. അപ്പം നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞ വിശേഷം അറിയാം. സോറി, ഇതെന്തിനായാലും ഇന്നിപ്പം മെയ് 12, നാളെയാണ് അവളെ ബർത്ത്ഡേ. അപ്പോൾ ഈ വീഡിയോ വരുമ്പോൾ ചിലപ്പോൾ മെയ് കഴിഞ്ഞെന്നിരിക്കാം, ചിലപ്പോൾ മെയ് 15 കഴിഞ്ഞെന്നിരിക്കാം. നിധിയുടെ ബർത്ത്ഡേ വ്ളോഗ് ചിലപ്പോൾ കാണും. അപ്പം
കാണാൻ ശ്രമിക്കുക. ഇനിയും കുറച്ച് ക്ലിപ്പ് ഇടാ നോക്കാം. ഗൈസ്, ഇതാണ് നമ്മളുടെ അനിയത്തിക്കുട്ടി. നാളെ നമുക്ക് ഈ വയസ്സാവും. മുട്ടായി നോക്കിയാണ് ചുണ്ട് തിരിച്ചു വരുന്നില്ല. അഴിക്കപ്പല്ലി ചേട്ടൻ ഒരു ഉമ്മ എന്നാണ് ഉമ്മതാ തരൂല. ഓക്കെ, എങ്ങനെയുണ്ട്? അപ്പൊ ഗായ്സ്, നമ്മളുടെ വീഡിയോ എടുപ്പും ഷൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളെ വീടെത്തി. നല്ല കോളുണ്ടായിരുന്നു, മഴയും ചാറി. അപ്പൊ നമ്മള് ഇടിയപ്പം തിന്നുന്നു. ഇവിടെ ചേട്ടൻ പപ്സും ചായയും കുടിക്കുന്നു. ഡേ 2 ആണ് കേട്ടോ. ഇന്നലെ നമ്മളെ ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് ബർത്ത്ഡേയുടെ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ 7 മണിക്കാണ് വെച്ചേക്കണം. ഇപ്പോൾ സമയം 7 മണി. നമ്മളായിരിക്കും ഏറ്റവും ലാസ്റ്റ് എത്തുന്ന. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ പോകാനായിട്ട് പോവാണ്. കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഞാൻ പുതിയ ഷർട്ട്, പുതിയ പാൻറ്റ് കൊള്ളാവോ ഗൈസ്, വീർത്ത് കുളിച്ചിരിക്കാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സാധനം കാണിച്ചു തരാം. കൊച്ചിന് മേടിച്ച സാധനമാണ് കേട്ടോ. ഓ, ഭയങ്കര വെയിറ്റ് കേട്ടോ. കൊച്ച് ഇതൊക്കെ എടുത്താൽ ഒടിഞ്ഞ് വീഴും. ഓക്കെ, എന്തായാലും നമ്മൾ പോവാം. എത്രയുണ്ട് എന്താ അമ്മ പിടി. ഭയങ്കര വെയിറ്റ്, ഒരു കയ്യിലൊന്നും എടുക്കാൻ പറ്റില്ല. സർപ്രൈസ് ആവും എന്താ ഗൈസ്. അപ്പോൾ ലെറ്റ്സ് ഗോ, നമുക്ക് പോയിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കാൻ കേട്ടോ. പോവാ, എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാൻ കേട്ടോ ബാക്കി പരിപാടികളൊക്കെ. നമ്മൾ പോണത് നിധികുർത്തിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മൾ കൊച്ചു വന്നിട്ട് 1 വർഷം ആവേ. 1 വർഷമൊക്കെ പെട്ടെന്നാണ് പോയത്. അപ്പം പിന്നെ കൊച്ചിനെ കാണാനായിട്ടാണ് പോവുകയാണ്. ബർത്ത്ഡേ ആഘോഷം എന്നെ കരുതിയാണ് അവർ 7 മണിയാക്കിയത്. കടയിൽ ഇത്തിരി വർക്കുള്ളതുകൊണ്ട് നമ്മളിന്ന് ലേറ്റായാണ് ഇറങ്ങിയത്. 7 മണി സമയം പറഞ്ഞെങ്കിൽ 7 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കാര്യങ്ങളൊക്കെ നമ്മളെ പൊന്നു എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പൊന്നുമാണ് ഭയങ്കര ത്രില്ലിലിരിക്കുന്ന. ബർത്ത്ഡേ ആയതുകൊണ്ട് എത്ര ദിവസം കൊണ്ട് തുടങ്ങിയ ഇതാണെന്നറിയാവോ. പൊന്നുവിന് എന്തോ പറയാൻ അത് എല്ലാം ആണ് അമ്മ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പൊന്നുമാണ്, അതായത് നിധിയുടെ അമ്മയായിട്ട് ഫുള്ള് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ബാക്കി എല്ലാം നമ്മൾ അവിടെ ചെന്നിട്ട് കാണാം. ബാക്കി വിശേഷങ്ങളെല്ലാം അവിടെ ചെന്നിട്ട് നമുക്ക് കാണിക്കാം. ഓക്കെ, ബാക്കി എല്ലാവരും വന്നായിരിക്കും ഇപ്പം. പക്ഷെ നമ്മൾ എന്തിനാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബാക്കി എല്ലാവരുടെ അടുത്തും 7 മണിയാണ് പറഞ്ഞത്. അവർ എത്തിക്കാണും ചിലപ്പോൾ. ഇപ്പോൾ എല്ലാവരും നമ്മളായിരിക്കും മിക്കവാറും ലാസ്റ്റ് ആവുന്നത്. ഞാൻ മര്യാദയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പൊട്ടിക്കരുത്. ബർത്ത്ഡേക്ക് ഇന്നലെയൊക്കെ പൊട്ടിച്ച് ഇനി പൊട്ടിക്കലേക്കല്ല പൊട്ടിച്ചാണ്ട് ഒരുമാതിരിയാണ്. നമ്മൾ ഈ സന്തോഷം അങ്ങ് പോവും. ഒരെണ്ണം അടിക്കണ്ട. ഈശ്വരാ, എനിക്ക് വരും. ഞാൻ ഇതിൽ നിന്ന് ഇറങ്ങിപ്പോവും. ഇന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിനകത്ത് കയറുമ്പോൾ ഇത് പൊട്ടിക്കരുത്. സന്തോഷമായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോവാനായിട്ട് നിൽക്കുമ്പോൾ കുറെ പൊട്ടിപ്പും കൊണ്ട് ഒരു മനുഷ്യന്റെ സമാധാനം കളയാൻ. പട്ടി തന്നെ പിന്നല്ല കോണം കയറി വരണേ. എനിക്കാണെങ്കിൽ കാറിലിരിക്കുമ്പോ നല്ല സ്മൂത്ത് ആയിട്ട് നമ്മളിങ്ങനെ ഹാപ്പി ആയിട്ട് കണ്ടോണോ. ലക്കല്ല, ലുക്ക്. നിന്റെ ലുക്ക് എപ്പോഴും അങ്ങനെ രക്ഷപ്പെടൂല മോനെ. എപ്പോഴും അങ്ങനെ ഓരോരുത്തരെ രക്ഷപ്പെടുത്തൂല. അടേ മുട്ടിട്ടടി അടിക്കാതിരുന്നാ മതി. എമ്മിടെ കാണുമ്പോഴേ മുട്ടിട്ടടി വാട്ടർ സപ്ലൈ. എമ്മിടെ കാണുമ്പോഴത്തേക്ക് കൊണ്ടുവന്നിങ്ങനെ എടാ കാറ് കേറടാ, എടാ കാല് വിടടാ. എമ്മിടെ ഇരിക്കണെന്ന് കാലും കൈയും വിറയ്ക്കണ്. അപ്പഴി കിടന്ന് വിറയ്ക്കും. ഇപ്പം ഭയങ്കര താളം വിടക്കോളൂ. പിന്നല്ലാതെ അത് ഒതുക്കി തരൂലായിരുന്നാ. നമ്മള് ഒതുക്കി തരൂലായിരുന്നാ. ഇത്രയും ഗ്യാപ്പും കിടക്കയില്ലായിരുന്നാ. ഇനിയിപ്പോ മഴ കൂടണ്ട, അങ്ങോട്ട് ഒതുക്കി പതുക്കെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോവുകയാണെന്ന്. അല്ലെങ്കിൽ ഞാൻ എടുത്ത് ഒതുക്കി ഇട്ടേരൂലായിരുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ഒതുക്കി തന്നേനെ. എടുക്ക. ഇനിയിപ്പം ടെൻഷൻ ആവണ്ട, എടുക്ക് വണ്ടി. എങ്ങനെ എടുക്കട്ടെ മക്കളെ, ഇതിപ്പം മൊത്തം ഒരയും. പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേ ഒതുക്കി തന്നെ. അല്ല, റിവേഴ്സ് ഇട്ടത് നിങ്ങൾക്ക് വേണ്ടിട്ട് പോകാനാ ഞാൻ റിവേഴ്സ് എടുത്തത്. അല്ല, എനിക്ക് റിവേഴ്സ് എടുക്കേണ്ട കാര്യമില്ലല്ലോ. വെച്ചിട്ട് റിവേഴ്സ് ഇട്ടത്.
സൈഡാണെങ്കിലും പിടിച്ചെങ്കിൽ ഓക്കെ. നിങ്ങളെ സൈഡാണ് പിടിച്ചത്, അത്രയ്ക്ക് രീതിക്കാണ് വണ്ടി ഓടിച്ചത്. ഇനിയിപ്പം പോട്ടെ, ഇനിയിപ്പോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചാൽ മതി, അത്രേ പറ്റും. കാര്യമില്ല, ചെറിയ ചെള്ള അടിച്ച് തിരിച്ചു. സത്യം ന്യായമായിട്ടുള്ള കാര്യം. റേസ് ചെയ്യുകയും ചെയ്യും. വണ്ടി കണ്ട് സൈഡ് വന്നതേ ഉള്ളൂ, വന്ന് നമ്മളെ നിർത്തിയതേ ഉള്ളൂ, നമ്മൾ ഒതുക്കി പോലും ഇല്ല. നോക്കിയപ്പോ ദാ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന വണ്ടി ഒരു സൈഡിൽ കൂടെ അങ്ങ് പോണ്. വേറെ അല്ലേ അതെ പെയിന്റ് ചെയ്യാന്നുള്ളതേ ഉള്ളു. ഇപ്പോഴത്തെ ആൾക്കാരാണെങ്കിൽ ഒരു 10,000-2,000 രൂപ മേടിക്കാതെ ഉളക്കാൻ പറ്റിയ അവസ്ഥ വരെയാണ് അല്ലേ. സംസാരിച്ച് ഇനി അതിന്റെ പിറകെ പോയി അവിടെ എത്തുമ്പോ ഒരു സമയമാവും. അല്ല വേറെ ആരെങ്കിലും ആണെങ്കിൽ മുതലെടുക്കാനുള്ള മുതലെടുത്തന്നെ പിന്നെ അല്ലേ. നമ്മള് സ്ഥിരം കാണുന്നില്ലേ കടയുടെ ഫ്രണ്ടിൽ വന്ന് ഒരു ശകലം തട്ട് കണ്ട ഇങ്ങനെ വന്ന് ഇങ്ങനെ ആയാ മതി, പിന്നെ അങ്ങ് തുടങ്ങി വഴക്കായി നല്ലൊരു കാര്യത്തിന് ഇറങ്ങിയതാണ്. അതിന്റെ ഇടയിൽ ഈ ആശട് വേണ്ടെന്ന് വെച്ചിട്ടങ്ങ് കളഞ്ഞതാണ് റോട്ടിൽ. ഇപ്പൊ തിരിയാൻ പറ്റും, നമ്മള് വണ്ടി കൊണ്ട് സന്ധ്യ റോങ് ആയാണ്. ഇത് കണക്കല്ലേ കറക്റ്റ് ആ സ്ഥലം. ശരിയേ, ഇത് രണ്ടാമത്തെ വെട്ടോട്. ഞാൻ ഇങ്ങനെ ചോദിച്ചേനാ, പക്ഷെ നിങ്ങൾക്ക് കണ്ണില്ലെന്ന് ഞാൻ ചോദിച്ചേനാ. പക്ഷെ നിങ്ങൾക്ക് കണ്ണില്ലേ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ഫോൺ അടിക്കേ, എന്തെങ്കിലും ഡിമ്മും ബ്രൈറ്റും അടിക്കേ, അല്ലെങ്കിൽ നിങ്ങൾ കൈ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ആക്ഷൻ ഒന്ന് കാണിക്കണ്ടേ, ഞാൻ വണ്ടി എടുക്കാൻ പോകണമെന്നുള്ളത്. നിങ്ങളെ ചുമച്ച് കയറുന്നാട്ടാ. നമ്മളിപ്പം പതുക്കെ സമാധാനം കൊടുത്തോണ്ട് വന്നിരുന്ന് പതുക്കെ ബാക്കിലോട്ട് എടുത്തേ. ഇല്ലേ നമ്മളിപ്പം ടെൻഷൻ വണ്ടി വണ്ടി ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് എടുക്കും, ഇങ്ങോട്ട് എടുക്കണം, അയ്യോ ഇങ്ങോട്ട് വേണം ഇങ്ങോട്ട് വേണം. അപ്പൊ നോക്കുമ്പോ കാണാം ഇങ്ങനെ ഇസർഡ് കണക്ക് സ്ക്രാച്ച്, ഇസർഡ് കണക്ക് സ്ക്രാച്ച് വീഴും. അവനായിട്ട് ടെൻഷൻ എടുപ്പിക്കണമെന്ന് വെച്ചാൽ ഞാൻ പിന്നെ പോട്ടെന്ന് വെച്ചത്. പക്ഷെ നേരെ തിരിച്ചായിരുന്നെങ്കിൽ അവന്റെ വണ്ടിയിലാണ് നമ്മൾ കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിടുവോ വായി? ഒരിക്കലും വിടത്തില്ല. ഞാൻ വരാൻ പറഞ്ഞത് ഒന്നുമില്ല, നമ്മള് വന്ന് അവിടെ അങ്ങോട്ട് നിന്നതേ ഉള്ളു. ഞാൻ നിന്നപ്പോ നോക്കിയപ്പോ ഒരു വണ്ടി വരുന്നത്, എന്റെ അവിടെ നിന്ന് റിവേഴ്സ് ഇട്ട് ഞാൻ വരിച്ച് തിരിഞ്ഞു പോണെന്ന്. ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ രണ്ടുകൂടെ കൊരുത്ത് ഇങ്ങനെ. എന്നിട്ട് എന്നോട് ചോദിക്കാണ്, ഞാൻ ചോദിച്ചു അത് ഇങ്ങനെ കണ്ടുകൂടെ ഇരുന്ന. അപ്പോഴാണ് ചോദിക്കണതേ ഇനി ഞാൻ എന്തേലും ചെയ്യട്ടെന്ന്, മുമ്പോട്ട് എടുക്കണോ പുറകോട്ട് എടുക്കണോന്ന്. അത്ര മൊണ്ണ. പിന്നെ ഞാൻ പിന്നെ എന്തിനാണ് പറയണ നമ്മള് സയാമി സെരട്ടുള്ള കണക്ക് പൊട്ടിയിട്ട് ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം, ഞാൻ ഇനി എങ്ങോട്ട് പോട്ടെന്ന്. സുരാജ് പറയും പോലെ പെട്ട് അതേ കണക്ക് ആയിപ്പോയി. കഴിഞ്ഞാണ് വണ്ടി കെട്ടിയപ്പെടുത്തി അവൻ ഹിന്ന് പറഞ്ഞിട്ട് 500 രൂപ 500 രൂപ പോക്കറ്റ് ഇട്ടത്. ഞാൻ പറഞ്ഞു ഇതാ എന്റെ കൊച്ചു കഷ്ടപ്പെട്ടുണ്ടാക്കി മുതലാണ്ട, നിനക്ക് അങ്ങനെ. അപ്പോഴത്തേക്കും 500 രൂപ പിടിയത്. ഞാൻ പറഞ്ഞു 500 രൂപ ഒന്നും പറ്റൂല. അപ്പൊ അയ്യ 500 രൂപ. ഞാൻ പറഞ്ഞു ഇതിന്ന് തോർത്തിരിച്ച് തെണ്ടായിരുന്നാ മതി, നമുക്ക് 500 രൂപ കിട്ടുന്നു. നമ്മളും കൂടുതൽ പണിക്കാരി എന്നു പറഞ്ഞു. അവൻ കിണിച്ചോണ്ടിരിക്കുന്നു കൊണ്ടുവച്ച് ഇടിച്ചു വെച്ചിട്ട്. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് ശരിയാക്കി തന്നിട്ടുള്ളൂ. പക്ഷെ ഇന്നിപ്പോ സംസാരിക്കാത്ത ഒന്നാമത്തെ കാര്യം നമുക്ക് സമയമില്ല, അതുകൊണ്ടാണ് സംസാരിക്കാൻ. അന്നത്തെ അവന്റെ ചിരിയുടെ ഇതിലാണ് അവൻ ആക്കിയൊരു ചിരി. എന്നിട്ട് പറയണേ നമ്മളാണ് കൊണ്ടു കയറ്റിയെന്ന്. എന്നിട്ട് പറയണേ പ്രഗ്നന്റ് ആയ അന്ന് അവിടെ ബിന്ദു ഉണ്ടായിരുന്നു, ബാക്കി ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു പ്രഗ്നന്റ് ആയ ഒരു കൊച്ചു അതിനകത്ത് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ കിണി വെച്ചപ്പോ ഒന്നും മിണ്ടാൻ. ക്ഷമയാണല്ലോ അല്ല, പൈസ മേടിച്ചോണ്ടേ വന്നോളൂ. അവയില് പിച്ചക്കാശ് തരും പോലെ. അവൻ ഭയങ്കര പണക്കാര എന്തോ. നമ്മള് ഞാൻ പറഞ്ഞു കൂലിപ്പണിക്കാരാണ്, നമ്മളും കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കണേന്ന് പറഞ്ഞു. നമ്മള് പൊന്നിയാണ് കൊണ്ടു കിടക്കണ വണ്ടിയാണ്. അങ്ങനെ കൊണ്ടുവന്ന് എല്ലാവരും കൊണ്ട് ഇങ്ങോട്ടൊന്ന് തേച്ചിട്ട് പോകും. നമ്മളെന്തേലും ചെയ്യാൻ, നമ്മള് മര്യാദയ്ക്ക് നമ്മളെ കാര്യം നോക്കി പോണു. എല്ലാം വന്ന് തേക്കണം ആ സൈഡ്. കഴിഞ്ഞ അവിടെ വന്ന് അവിടെ വരുമ്പോ എല്ലാവർക്കും ഉമ്മ വയ്ക്കണം. ആ സൈഡ് വരുമ്പോ ഉമ്മ. എനിക്ക് അറിഞ്ഞൂടാ അവിടെ എന്തേലും ഇരിക്കണം എന്ന് ചോദിച്ചാ എല്ലാവർക്കും. എന്നിട്ട് അവൻ ഇപ്പം കൊണ്ട് തേച്ചാ അവിടെയാണ് തേച്ചത്, എന്നിട്ട് അവൻ ഇപ്പുറത്ത് നോക്കണം. അത്ര മണ. പിന്നെ ഞാൻ തന്നെയാണ് നമ്മൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. സംസാരിച്ചാലും അവന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും ഇതിൽ കൂടുതലൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് വിട്ടത്. ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇത് കൊച്ചിനെ കാണാൻ വയ്യല്ലേ? കൊച്ചിനെ കാണാൻ വയ്യല്ലേ? ഇതാരെ പ്രതിഷ്ഠ? ഇതാര്? ബ്ലാക്ക് ബ്യൂട്ടിയാ? ബ്ലാക്ക് ബ്യൂട്ടിയാ ഇത്? സുന്ദരി ആയിട്ടുണ്ടല്ലേ? ചേട്ടന്റെ ഗിഫ്റ്റ്. ആ ഫോട്ടോ എടുക്കണം. ഗിഫ്റ്റ് കൊടുക്ക്. ബർത്ത്ഡേ ആണോ ഇന്ന്? അതാ കുഞ്ഞേരെ ഗിഫ്റ്റ്. ഹാപ്പി ബർത്ത്ഡേ പറയാ കൊച്ചിനോടാ. താങ്ക് യു പറയാ. താങ്ക്സ് പറയാ. ഇത് കുഞ്ഞേരാ. അയ്യോ ഇത്രയും ഗിഫ്റ്റ് ആടേ. എല്ലാവർക്കും കൊച്ചൊരു ചിരി തന്നിട്ടുണ്ട് കേട്ടാ. വർണ്ണ പേപ്പറിൽ പൊതിഞ്ഞ ഗിഫ്റ്റ്. കുട്ടൂസ എന്നാ അപ്പേരെ ഹാപ്പി ബർത്ത്ഡേ.
ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇട്ടായാ? ഇത് ആർക്കാണെന്ന് നമുക്ക് മനസ്സിലായി. ഇത് ചേട്ടൻ്റെ. അതാണ് നോക്കണടി. ഉമ്മോടിക്ക് വേണ്ടേ നമ്മളെ കുട്ടൂന് ഉമ്മോട്. കുട്ടൂന് ഉമ്മോട്. ഉമ്മ ആരീരം രാരീരം രാരോ രാരീരാരീരാരോ. കൊള്ളാവോ? സുഖമുണ്ടാ? സുഖമുണ്ടടി പിന്നെ? സുഖമുണ്ട്. എല്ലാരും നോക്കണേട്ടാ, എല്ലാരും നോക്കണേ. ഹായ്. ഉമ്മോടത്താണ് പിന്നെ ഉമ്മോടടി. ഉമ്മോട് ചേട്ടന്. കഷ്ടപ്പെട്ട് നമ്മൾ ചെയ്തതാണ്. മനുഷ്യന്റെ ഊപ്പാട് വന്നെന്നൊക്കെ പറഞ്ഞ അങ്ങേറ്റ ഊപ്പാട് വന്ന് നമ്മൾ അങ്ങനെ ചെയ്തിട്ടാണ് ഇത്. ഒരു 212 രൂപയ്ക്ക് നമ്മൾ സാധനങ്ങൾ വാങ്ങി. നിന്റെ ഹലോ ഗൈസ് അല്ല. ഹലോ ഗൈസ്, നമ്മളിപ്പോ നിൽക്കുന്നത് പിന്നെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് ബർത്ത്ഡേ പാർട്ടി. ഇപ്പം കേക്ക് തന്നെ താമസിച്ചിട്ടുണ്ട്. ഇപ്പൊ എത്തും കേക്ക്. എന്റെ വൈബപ്പനെ കാണിച്ചു തരാൻ നാണ്ട ഇതാണ്. ഹലോ ഗൈസ്, ഞാനാണ് സൂര്യനാരായണന്റെ വൈബപ്പ. അല്ലേ സൂര്യ? യെസ്. നീ ചാനലിലൂടെ ആളുകളെ ഊക്കും. പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ. ഏട്ടാ കൊച്ചിന് ഇഷ്ടപ്പെട്ട എന്റെ പാട്ട്. ഇഷ്ടപ്പെട്ടില്ലേ മക്കളെ? ഇതിലേക്കോട്ട് പോവാം. ഇത് എങ്ങനെയാന്നല്ല ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ നിധി. ഹാപ്പി ബർത്ത്ഡേ ടു യു. അന്തം വിട്ട് കുന്തം വിടി ഇരിക്കുന്നത്. ഇതൊക്കെ എന്തേരെന്നാണ് കൊച്ചറിയണം. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കുമെന്ന് എല്ലാരും കാണിര്. എല്ലാരും എല്ലാവർക്കും താങ്ക്സ് പറേ. എല്ലാവർക്കും താങ്ക്സ്. എല്ലാരും ഗിഫ്റ്റ് തന്ന എല്ലാവർക്കും താങ്ക് യു. ഇതെന്തേരടേ ചോദിക്കണ്ടിരിക്കുന്ന? അയ്യോ മക്കൾക്ക് തന്നില്ലേ? അയ്യോ അപ്പൊ തന്നില്ലേടി. അപ്പൊ ഇപ്പം തരാം. എന്റെ കൊച്ചിന് കേക്ക് കൊടുക്കുന്നു. കൊള്ളാവോ? കൊള്ളാ. ഇനിയും വേണോ? തന്നില്ലേ? കേക്ക് തന്നില്ലേ? കേക്ക് തന്നില്ലേ? കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ഫുഡിലോട്ട് പോവാം. ഫുഡിന്റെ പരിപാടി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചിക്കന്റെ മണമൊക്കെ വരുന്നു. ചിക്കൻ ഉണ്ട് അവിടെ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. എന്നിട്ട് എല്ലാരും ഇവിടെ യാത്ര പറയാൻ പോകും. അത് നാക്ക് തവണ അന്തം വിട്ട് നോക്കുന്ന എന്തിനെന്ന് അറിയാൻ വയ്യ ഏട്ടാ. എന്റെ അമ്മ അകത്തുണ്ട്. ഒരു ഉമ്മ. നമ്മൾ അവിടെ ഫുഡൊക്കെ കഴിച്ച് എല്ലാ കേക്കൊക്കെ മുറിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. നിധിയുടെ പാവയെ ഞാൻ കൊണ്ടുവന്നു.